മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹളറത്തിലേക്ക് പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന വലിയൊരു ജനസാഗരം നിൽക്കുമ്പോൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു തആല അൻഹു ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ മഹാനായ ശുറൈഹ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ മയ്യത്ത് പൊതിയുമ്പോ 3 കഷണം വെള്ള തുണിയിൽ നിങ്ങളുടെ ജനാസ പൊതിയുമ്പോ ആ മയ്യത്ത് തുണിയിൽ പോലും അല്ലാഹു ബറക്കത്ത് തരുന്ന കാര്യങ്ങൾ കേൾക്കണോ? എന്റെ പ്രിയമുള്ള ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് എടുത്തു കളയുന്ന, ജീവിതത്തിൽ അല്ലാഹു എല്ലാ ബറക്കത്തും നശിപ്പിച്ചു കളയുന്ന ചില പ്രവർത്തനങ്ങളെ പറ്റി ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു തന്റെ ജനങ്ങളോട് ചോദിക്കുകയാ, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ചെറുപ്പക്കാര് പറയുന്ന, തങ്ങളെ, ഇനിയും കുറച്ചാളുകൾ കടന്നു വരാനുണ്ട്, അവരങ്ങാടിയിലാണ്, കച്ചവടങ്ങളിലാണെന്ന് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, അവരെ പോയി നിങ്ങൾ വിളിച്ചു കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, ഒരാൾ ഓടുകയാ, പട്ടണത്തിലേക്ക് ഓടി വന്നിട്ട് പറയാണ്, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കുന്ന, നിങ്ങളുടെ മയ്യത്ത് തുണി പോലും നിങ്ങൾക്ക് ബറക്കത്താകുന്ന, അല്ലാഹു ബറക്കത്തിനെ എടുത്തു കളയുന്ന പ്രവർത്തനങ്ങളെ പറ്റി പറയാൻ പോവുകയാ. നിങ്ങളോടൊന്ന് വരാൻ പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളോടി എന്ന ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്ക് ഓടുകയാ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങളുടെ വീട്ടില് ബറക്കത്ത് വേണോ? ജീവിതത്തിൽ ബറക്കത്ത് വേണോ? കച്ചവടത്തിൽ ബറക്കത്ത് വേണോ? തൊഴിലിടങ്ങളിൽ ബറക്കത്ത് വേണോ? ആരോഗ്യത്തിൽ ബറക്കത്ത് വേണോ? ഉമ്മമാരെ പഠിച്ചുകൊള്ളുക, വാപ്പമാരെ പഠിച്ചുകൊള്ളുക. ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, ഈ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് ജീവിതത്തിലൊന്ന് ശ്രദ്ധിച്ചാ നിങ്ങളുടെ മയ്യത്ത് തുണി പോലും നിങ്ങൾക്ക് ബറക്കത്താണെന്നാണ് പഠിപ്പിക്കുക. ഒന്നാമത് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുകയാ, നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം കൊണ്ട് നിങ്ങളുടെ മുഖം തുടയ്ക്കല്ലേ, നിങ്ങളുടെ കൈ നിങ്ങൾ തുടയ്ക്കല്ലേ, നിങ്ങളുടെ മുഖം നിങ്ങൾ തുടയ്ക്കല്ലേ, വിയർപ്പ് പോലും തുടയ്ക്കാൻ പാടില്ലെന്നാ. അങ്ങനെ തുടച്ചു പോയാ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തില്ല, അല്ലാഹു ബറക്കത്തിനെ ഉയർത്തിക്കളയുമെന്ന. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, നമ്മൾ ഉടുത്തേക്കുന്ന വസ്ത്രം കൊണ്ടല്ലേ കൈ തുടക്കുക. ഉമ്മമാരെ, വീട്ടിൽ അണിഞ്ഞിരിക്കുന്ന, പുറത്തൂടിയിട്ടിരിക്കുന്ന, ദേഹത്തിട്ടിരിക്കുന്ന ഷാളിൽ നിങ്ങൾ തുടക്കൂലേ? ഉപ്പമാരെ, നിങ്ങൾ ഉടുത്തിരിക്കുന്ന കയ്യിലെ തുണിയാകട്ടെ, അത് മുണ്ടാകട്ടെ, അത് പാൻറ്റാകട്ടെ, അത് ഉടുപ്പാകട്ടെ, ജുബ്ബയാകട്ടെ, അതിന്റെ ഒരറ്റത്ത് നിങ്ങൾ തുടയ്ക്കൂലേ? അതുമല്ലെങ്കിലോ നിങ്ങളുടെ ഈ തോളിന്റെ ഭാഗം കൊണ്ടെങ്കിലും നമ്മുടെ ചുണ്ടിന്റെ ഭാഗം നമ്മൾ തുടച്ചു കളയൂലേ? ഇല്ല, ഇല്ല, അതില് ബറക്കത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ആർത്തിരമ്പി വരുന്ന അലകടലിന്റെ അലമാലകൾക്ക് തുല്യം പരാജയപ്പെടുന്ന തന്റെ സന്തത സഹചാരികളോട് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു എന്ന. പ്രിയമുള്ളവരെ, ഒന്നാമത് കേട്ടോളിൻ, വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒന്നാമത്തെ കാര്യം, ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യും? കൈ തുടക്കും, മുഖം തുടക്കും പാടില്ല. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? കൈ കഴുകി, കൈ നമ്മളിങ്ങനെ കുടയുമെങ്കിലും നമ്മുടെ ചുണ്ടിന്റെ ഭാഗത്ത് ഈ ഭാഗം ഇങ്ങനെ നമ്മളൊന്ന് തുടക്കും. ഇല്ല, ജീവിതത്തിൽ ബറക്കത്ത് അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുക. വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകണോ? മയ്യത്ത് തുണിയിൽ പോലും നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വീട്ടിലെ ബറക്കത്തില്ല ഉസ്താദ്, കച്ചവടത്തിലെ ബറക്കത്തില്ല ഉസ്താദ് എന്നത്രയോ ആളുകളാണ് നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ട ഒന്നാമത്തെ കാര്യമാ, ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിലെ മുഖം തുടയ്ക്കല്ല, നമ്മുടെ വിയർപ്പ് പോലും തുടയ്ക്കാൻ പാടില്ലെന്ന. അത് ദാരിദ്ര്യം വരുത്തുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറയാ. ഇത് എവിടെ നിന്ന് വന്നതെന്നറിയോ? മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്
രാഷ്ട്രത്തിന്റെ രണ്ടാം ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്ക് മഹാനായ ജൗഫിയ റളിയല്ലാഹു തആല കടന്നു വരികയാണ്. എന്നിട്ട് ഉമർ തങ്ങളോട് പറയുന്നു, അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ. ഉമർ തങ്ങളെ, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ വലിയ കച്ചവടക്കാരനാണ്, ഒരുപാട് അടിമകൾ എനിക്കുണ്ട്, ഒരുപാട് തോട്ടങ്ങൾ എനിക്കുണ്ട്. എന്നാലോ എന്റെ അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചിലവഴിക്കാറുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ജൗഫിയ റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളോട് പറയുന്നു, ഉമർ തങ്ങളെ, എന്നാൽ ഏതാനും ആഴ്ചകളായി എന്റെ കച്ചവടത്തിൽ ബറക്കത്തില്ല, പോകുന്ന ലാഭങ്ങളെല്ലാം നഷ്ടത്തിലാണ്, വന്നുകൊണ്ടിരുന്ന ലാഭങ്ങളെല്ലാം മുറിഞ്ഞു പോയിരിക്കുകയാ, എന്തെന്നറിയില്ല എന്ന് ജൗഫിയ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സങ്കടം പറയുമ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, ജൗഫിയ, വീട്ടിൽ ആരുണ്ട് ജൗഫിയ എന്ന് ചോദിക്കുമ്പോ ജൗഫിയ റളിയല്ലാഹു അൻഹു പറയുന്നു, 2 മക്കളുണ്ട്, കൊണ്ടുവരിക. ജൗഫിയ റളിയല്ലാഹു അൻഹു 2 മക്കളെ കൊണ്ടുവരികയാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഉമർ തങ്ങൾ പറയുന്നു, ജൗഫിയ, ഈ മക്കളോട് എനിക്കല്പം സംസാരിക്കാനുണ്ട്, നീ ഒന്നല്പം പുറത്തേക്ക് മാറി നിൽക്കുവോ? പിതാവാകുന്ന ജൗഫിയ റളിയല്ലാഹു അൻഹു മാറുകയാണ്. മക്കളോട് ചോദിക്കുന്നു, മക്കളെ, നിങ്ങളുടെ വിശേഷങ്ങൾ എന്താ? നിങ്ങൾക്ക് എന്തേ ഭയപ്പാടുണ്ടോ? ആ മക്കൾ പറയുന്നു, 6 വയസ്സുള്ള 13 വയസ്സുള്ള 2 മക്കൾ ഉമർ തങ്ങളോട് പറയുന്നു, തങ്ങളെ, നിങ്ങൾക്ക് ഞങ്ങളെ പേടിയാ, ഞങ്ങൾക്ക് നിങ്ങളെ പേടിയാ. കാരണം എന്തെന്നറിയോ? ഞങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച, ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്ന, ഞങ്ങൾ ഉറങ്ങാതിരുന്നാൽ ഞങ്ങളുടെ വാപ്പിച്ചായും ഉമ്മച്ചിയും പറയുക, ഉമർ തങ്ങൾ വരികയാ, ഉമർ ഖലീഫ വരുന്നുണ്ട്, നിങ്ങൾ വേഗം ഉറങ്ങിക്കോ, നിങ്ങൾ വേഗം തിന്നോ, നിങ്ങൾ വേഗം കുടിച്ചോ എന്ന് ഞങ്ങളെ ഭയപ്പെടുത്താറുണ്ട് എന്ന് പറയുമ്പോ ഉമർ തങ്ങൾ ചിരിക്കുകയാ. എന്നിട്ട് തൊട്ടടുത്തു പോയി തൊട്ടപ്പുറത്തിരിക്കുന്ന മധുര പലഹാരങ്ങൾ എടുത്ത് കുട്ടിയുടെ കരങ്ങളിലേക്ക് കൊടുത്തു. എന്നിട്ട് പറയുന്നു, പേടിക്കല്ല, ഞാനെന്ന് നിങ്ങളുടെ കളിക്കൂട്ടുകാരനാ, ഉമറിനെ നിങ്ങൾ പേടിക്കണ്ട. എന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കുകയാ, വാപ്പാന്റെ പേര് ചോദിക്കുകയാ, കുടുംബം ചോദിക്കുകയാ, നാട് ചോദിക്കുകയാ. എന്നിട്ട് മക്കളോട് ചോദിക്കുന്നു, മക്കളെ, ഉമർ തങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ട്. നിങ്ങളുടെ വാപ്പയാകുന്ന ജൗഫിയ റളിയല്ലാഹു അൻഹു ഇല്ലേ, ആ മഹാനുഭാവൻ നിങ്ങളുടെ വാപ്പ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു തരാവോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 13 വയസ്സുകാരനായ ജൗഫിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയുന്നു, തങ്ങളെ, ഞങ്ങളുടെ വാപ്പ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ ഹമീദല്ലാഹ്, അല്ലാഹനെ സ്തുതിക്കുമെന്ന, പടച്ച തമ്പുരാനെ സ്തുതിക്കുമെന്ന, അല്ലാഹുവിനെ സ്തുതിക്കുകയാ. ഉമർ തങ്ങൾ ചോദിച്ചു, പിന്നെ എന്താ ചെയ്യുക? സുബ്ഹാനല്ലാഹ്. മക്കള് പറയുന്നു, തങ്ങളെ, എന്നിട്ട് എഴുന്നേൽക്കുകയാണ്, കൈ കഴുകുകയാ, ഞങ്ങളോടും പടച്ചവനോട് ഹംദ് ചെയ്യാൻ പറയും, എന്നിട്ട് കൈ കഴുകുകയാ. എന്നിട്ട് ഉമർ തങ്ങൾ ചോദിച്ചു, എന്നിട്ട് എന്താ ചെയ്യുക? ഉമർ തങ്ങളോട് ജൗഫിയ തങ്ങളുടെ മക്കള് പറയുന്നു, ഉമർ തങ്ങളെ, ഞങ്ങളുടെ വാപ്പ ഉടുത്തിരിക്കുന്ന ധരിച്ചിരിക്കുന്ന കമീസ് ഉയർത്തിയിട്ട് വാപ്പാന്റെ കൈ തുടക്കും തങ്ങളെ, മുഖം തുടക്കും തങ്ങളെ. അല്ലാഹുവേ, ഉമർ തങ്ങളതാ ജൗഫിയ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ജൗഫിയ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ ജൗസിയ, ഉടുത്തിരിക്കുന്ന വസ്ത്രം പിടിച്ച് നിങ്ങൾ മുഖം തുടച്ച, കൈ തുടച്ച വീട്ടിലെ ദാരിദ്ര്യം കുമിഞ്ഞുകൂടുമെന്നാ, നിങ്ങളുടെ കച്ചവടത്തില് ബറക്കത്ത് വരൂല, ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ ബറക്കത്ത് വരൂല, സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ബറക്കത്ത് വരൂല. നിന്നെ കണ്ടല്ല ജൗഫിയ നിന്റെ മക്കള് വളരുന്നത്, അതുകൊണ്ട് നിർത്തണം ജൗഫിയ, ഈ ഒരു ശീലം നീ ഒഴിവാക്കിക്കോ. എന്നിട്ട് പടച്ചവനോട് തൗബ ചെയ്തു മടങ്ങിക്കോ.
ഇതൊരു തെറ്റ് തന്നെയാ. ജൗഫിയ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ മടങ്ങിപ്പോയി എന്നാ. പ്രിയമുള്ളവരെ, 1-2 ആഴ്ച കഴിഞ്ഞു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ജൗഫിയ റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, ഉമർ തങ്ങളെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, കച്ചവടം താറുമാറായി കിടപ്പിലായിരുന്നു, ലാഭങ്ങളൊന്നും കടന്നു വന്നിരുന്നില്ല. എന്നാലും നിങ്ങൾ പറഞ്ഞതുപോലെ പ്രവർത്തനം ഞാൻ നടത്തിയപ്പോ എന്റെ ഉടുതുണിയിൽ ഞാൻ കൈ തുടക്കൽ നിർത്തിയതാ, എന്റെ മുഖം തുടക്കൽ നിർത്തിയതാ. അന്ന് മുതല് മുമ്പുണ്ടായിരുന്ന കച്ചവടത്തെക്കാൾ ഇരട്ടി ലാഭം എനിക്ക് അല്ലാഹു തന്ന ഉമറേ എന്ന് ജൗഫിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്ത് മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന ജനസാഗരത്തോട് പറയുകയാ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, എന്റെ ഉപ്പമാരെ, തീരുമാനമെടുക്കുക. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാ. നമ്മുടെ മക്കളെ ഒന്ന് തിരുത്തി കൊടുക്കുവോ? നമ്മുടെ കുടുംബത്തിൽ ഈ ശീലമൊന്ന് മാറ്റിയെടുക്കുവോ? ആ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു എന്നാണ്. ചിന്തിക്കുക. നമ്മൾക്ക് അശ്രദ്ധമായി കേട്ട വളരെ നിസ്സാര, പക്ഷെ അതിന്റെ ഗൗരവം വളരെ ഗൗരവമാണ്. എന്റെ പ്രിയമുള്ളവരെ, പഠിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാണ്. ജീവിതത്തിൽ ബറക്കത്ത് അല്ലാഹു ഉയർത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അങ്ങനെ ഉടുതുണികൾ നിങ്ങൾ മുഖം തുടച്ചാൽ ഫഖറും ലാ യൻഖതി വൻഹു അബദാ, ഒരിക്കലും ഇടമുറിയാത്ത ദാരിദ്ര്യം അല്ലാഹുവിനെ തിന്നുമെന്നാണ് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുന്നത്. തീർന്നില്ല. രണ്ടാമത് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണോ? ദാരിദ്ര്യം നിങ്ങൾ കെടുത്തു കളയണോ? പട്ടിണിയില്ലാതെ, പരിവട്ടമില്ലാതെ നിങ്ങൾ മരണസമയത്ത് നിങ്ങളെ പുതയ്ക്കുന്ന മയ്യത്ത് തുണിയുണ്ടല്ലോ, ആ മയ്യത്ത് തുണി പോലും നിങ്ങൾക്ക് ബറക്കത്ത് വേണോ? ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, എന്ത് വേണമെന്നറിയോ? നിങ്ങൾ പഴം കഴിച്ചാ വെള്ളം നിങ്ങൾ കുടിക്കരുതേ, നിങ്ങളെ രോഗിയാക്കി മാറ്റുമെന്ന് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ശുറൈഹ് റളിയല്ലാഹു അൻഹു ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാ. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരാ. ശുറൈഹ് റളിയല്ലാഹു അൻഹു വയറിൽ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് കടന്നു വരിക. ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹുവിനോട് ശുറൈഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, തങ്ങളെ, ഇബ്നുൽ ഖയ്യിം തങ്ങളെ, എനിക്ക് വേദന വല്ലാതെ സഹിക്കാൻ പറ്റുന്നില്ല. ഇതെനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിലെ 3 മക്കളുണ്ട് ഖയ്യിം തങ്ങളെ. 3 മക്കൾക്കും വയറുവേദനയാ, എന്റെ ഭാര്യക്ക് വയറുവേദനയാ. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉപാധി പറഞ്ഞു തരുവോ? എനിക്കൊരു മരുന്ന് പറഞ്ഞു തരുവോ? മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു വേദന ശമിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെടുക്കുകയാ. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലീലാഫി ഖുറൈസ് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അല്ലാഹുവേ, സൂറത്തുൽ ഖുറൈശ് പാരായണം ചെയ്തു. 11 വട്ടം സൂറത്തുൽ ഖുറൈശ് ഓതിയെന്ന. പ്രിയമുള്ളവരെ, ഇതെവിടെന്നാണ് വന്നതെന്നറിയോ? നമുക്കൊരു വയറുവേദന വന്ന, നമുക്കൊരു ബുദ്ധിമുട്ട് വന്ന, നമ്മുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വല്യുമ്മമാര്, വല്യുപ്പമാര് ഒരു ഗ്ലാസ് വെള്ളത്തില് സൂറത്തുൽ ഖുറൈശ് ഓതി മന്ത്രിച്ച് നമുക്ക് തരാറില്ലേ? ഇതെവിടെന്ന് വന്നതെന്നറിയോ? ഇലാ ഹദ്റത്തി റസൂലില്ലാ, മുത്ത് നബി തങ്ങളുടെ അരങ്ങളിൽ നിന്ന, മുത്ത് ഹബീബിന്റെ ചാരത്ത് നിന്ന ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു അതാ 11 വട്ടം സൂറത്തുൽ ഖുറൈശ് ഓതുകയാ. എന്നിട്ട് വെള്ളത്തിലേക്ക് ഊതി കൊടുക്കുകയാ. എന്നിട്ട് കുടിക്കാൻ പറയുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, വേദന ശമിക്കുകയാ. എന്നിട്ട് മറ്റൊരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തു. 11 വട്ടം സൂറത്തുൽ ഖുറൈശ് പാരായണം ചെയ്തു. അതിലേക്ക് ബിസ്മി പറഞ്ഞു ഊതി കൊടുത്തു. കുടുംബത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക.
എന്നിട്ടോ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ അസുഖമൊന്നു മാറിയ എന്റെ അടുക്കലേക്കൊന്ന് വരാമോ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. രോഗം മാറിയിട്ടതാ മഹാനായ ശുറൈഹ് റളിയല്ലാഹു അൻഹു മടങ്ങി വന്നു. അല്ലാഹുവേ, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾക്ക് വയറുവേദന ഉണ്ടായിരുന്ന സമയങ്ങളിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താ? ആ സമയത്ത് ശുറൈഹ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങൾ ആടിന്റെ മാംസം കഴിച്ചു, അത് കഴിഞ്ഞ് മുന്തിരിങ്ങ കഴിച്ചു, അത് കഴിഞ്ഞ് ഞങ്ങൾ പഴം കഴിച്ചു, അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം കുടിച്ചു. ആ സമയത്ത് മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, ഒന്ന് നിർത്തുവോ, പഴം കഴിച്ച ഉടനെയാണോ നിങ്ങൾ വെള്ളം കുടിച്ചത്? ആ സമയത്ത് മഹാനായ ശുറൈഹ് റളിയല്ലാഹു അൻഹു പറയാ, തന്നെ ആ പഴമൊന്ന് ഇറങ്ങിപ്പോകാ, പഴം കഴിച്ച ഉടനെ ഞങ്ങൾ വെള്ളം കുടിക്കുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, എന്റെ പ്രിയമുള്ള ശബ്ദം ശ്രവിക്കുന്നവരെ പഠിച്ചു വെക്കുക, പഴം കഴിച്ചയുടനെ വെള്ളം കുടിച്ചാൽ അത് ശരീരത്തിലെ രോഗങ്ങൾ വരുത്തുമെന്ന ഇന്നത്തെ ആധുനികമായ വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. പഴം കഴിച്ചാൽ എന്ത് പഴമാണ്? നമ്മൾ വാഴപ്പഴമുണ്ടല്ലോ, അത് ഏത് പഴമാണെങ്കിലും പഴത്തിനൊപ്പം നിങ്ങൾ വെള്ളം കുടിക്കല്ലേ. നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴാണ് പഴം കഴിക്കുക. കടയിൽ പോയാൽ ദാഹിച്ചു പോയാ നമ്മളൊരു ലൈം ജ്യൂസും കുടിക്കും, നമ്മളൊരു പഴവും കഴിക്കും. പഴം കഴിച്ചയുടനെ നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല. അത് കുടലിന് രോഗമാ, അത് കരളിന് പ്രശ്നമാ, അത് വയറുവേദനക്ക് കാരണമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം വിധിയെഴുതുമ്പോ മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു മുത്ത് ഹബീബിന്റെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് പറയാ, പഴം കഴിച്ച ഉടനെ വെള്ളം നിങ്ങൾ കുടിക്കാൻ പാടില്ല, ഒരല്പസമയം കഴിഞ്ഞിട്ട് കുടിക്കുക, ഇല്ലെങ്കിൽ രോഗം വരുമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുകയാണ്. തീരുന്നില്ല. ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു വീട്ടിലെ ദാരിദ്ര്യം വരാതിരിക്കാ, രോഗികളാകാതിരിക്കാ, ആരോഗ്യം സംരക്ഷിക്കപ്പെടാ, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടെ ജനസാഗരങ്ങളോട് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? പ്രിയമുള്ളവരെ, വിശദീകരിക്കാൻ സമയമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറയാ, പ്രിയമുള്ളവരെ, നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്ന ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ശുറൈഹ് തങ്ങൾ നോക്കിക്കൊണ്ടാണ് ഈ പറയുന്നത്. കാരണം എന്ത്? പല ദിവസങ്ങളിലും ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നാണ് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു ശുറൈഹ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് പറയാ, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് എന്ത് വേണമെന്നറിയോ? നിങ്ങൾ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ കഴിച്ച പാത്രം ഒന്ന് എടുത്തു മാറ്റുവോ? അത് വീട്ടിലെ ബറക്കത്താ, ദാരിദ്ര്യം ഇല്ലാതാക്കി കളയുകയാ. ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, പ്രിയമുള്ളവരെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചതിന് ശേഷം എഴുന്നേൽക്കുന്നതിന് മുമ്പ് കഴിച്ച പാത്രം ഒന്ന് എടുത്തു മാറ്റിയ ആ വീട്ടില് ബറക്കത്തുണ്ടെന്ന, ഭക്ഷണത്തില് ബറക്കത്തുണ്ടെന്ന, ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സമ്പത്തില് ബറക്കത്തുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്ക്. ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാം, എങ്ങനെയാ എവിടെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുന്ന. ഒരിക്കൽ ഇതെവിടെന്നാ വന്നതെന്നറിയോ? ഒരിക്കൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമാവിയുടെ വീട്ടിലേക്ക് കടന്നുവരാണ്. തന്റെ വീട്ടിലേക്ക് കടന്നുവരാണ്. ഫാത്തിമാവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവേ, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പത്തിരി ഉണ്ടാക്കി തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ട് മക്കൾക്ക് കഴിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. വാപ്പ വരുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കുകയാ. അൽഹംദുലില്ലാഹ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോ അലിയാര് തങ്ങൾ പറയുന്നു, മക്കളെ എഴുന്നേൽക്കല്ല, അവിടെയും ഇരിക്കുവോ, ഞാൻ നിങ്ങൾക്ക് ചില കഥകൾ പറഞ്ഞു തരാ, നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാ.
എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നിട്ട് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുന്നു, ഫാത്തിമ, ഹസൻ ഹുസൈന തങ്ങൾ കഴിച്ച പാത്രമുണ്ടല്ലോ, നമ്മുടെ മക്കള് കഴിച്ച പാത്രം ഒന്ന് എടുത്തു മാറ്റുവോ? എന്നിട്ട് അല്ലാഹുവേ, അലിയാർ തങ്ങൾ 13 കാര്യങ്ങൾ തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാ അത് വിശദീകരിക്കാൻ സമയമില്ല, നമ്മുടെ ചർച്ചാ വിഷയം അതല്ല പ്രിയമുള്ളവരെ. എന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടാണ് മക്കളെ എഴുന്നേൽപ്പിച്ച് വിടുക. എന്നിട്ട് അന്ന് രാത്രി കിടക്കപ്പായിലേക്ക് ഫാത്തിമ ബിബി കടന്നു വന്നപ്പോ അലിയാർ തങ്ങൾ പറയുന്നു, ഫാത്തിമ, ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ ഫാത്തിമ? ഫാത്തിമ, നമ്മുടെ വീട്ടിലെ നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? ഉള്ള സമ്പാദ്യം നശിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഫാത്തിമ ബിബി പറയുന്നു, തങ്ങളെ, അലിയാർ തങ്ങളെ, അന്നോടെന്ന കാര്യങ്ങൾ തന്നെ കഷ്ടതയിലാ പോകുന്നത്, പിന്നെങ്ങനാണ് നമ്മുടെ ഉള്ളത് കൂടെ നശിപ്പിക്കാൻ ഞാൻ നോക്കുന്നതെന്ന് പറയുന്നത്. ആ സമയത്ത് അലിയാർ തങ്ങൾ പുഞ്ചിരിയോടെ പറയുന്നു, ഫാത്തിമ, ഇനി മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്ന നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമ്മുടെ പാത്രം എടുത്തു മാറ്റണേ ഫാത്തിമ. അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതാ, അത് രോഗം വരുത്തുന്നതാ. അലിയാർ തങ്ങള് ഫാത്തിമ ബീവിയോട് പറയുന്നു, ഫാത്തിമ, അലിയാർ തങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ അലിയാർ തങ്ങളുടെ പാത്രം നീ എടുത്തു മാറ്റണം ഫാത്തിമ. ഇല്ലെങ്കിൽ അലിയാർ ഇത് രോഗിയാകുന്നതാ, ഈ കുടുംബം പട്ടിണിയാകുന്നതാ, സമ്പത്തിൽ ബറക്കത്ത് തരാത്തതാ. അല്ലാഹു ബറക്കത്ത് തരണോ, അല്ലാഹു സമ്പത്ത് തരണോ, അല്ലാഹു ആരോഗ്യം തരണോ, അല്ലാഹു ആഫിയത്ത് തരണോ. ഫാത്തിമ, എഴുന്നേൽക്കുന്നതിന് മുമ്പ് പാത്രം ഒന്നെടുത്തു മാറ്റണമെന്ന് മഹാനായ സയ്യിദുന അലിയാർ തങ്ങൾ പറയുകയാ. പ്രിയമുള്ളവരെ, ഇതെന്ത് സംഭവിച്ചെന്നറിയോ? ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോ നബിയും സ്വഹാബത്തും അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ കടന്നു വരികയാണ്. നബി തങ്ങൾക്ക് ചപ്പാത്തി പത്തിരി വിളമ്പുകയാണ്. നബി തങ്ങൾ കഴിച്ചു കഴിയുമ്പോ സ്വഹാബത്തും കഴിക്കുകയാണ്. നബി തങ്ങൾ കഴിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോ അലിയാർ തങ്ങളതാ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് പാത്രം എടുത്തു മാറ്റി. സ്വഹാബത്തിന് അത്ഭുതമായി പോയി. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിഥിയായി മരുമകന്റെ വീട്ടിലേക്ക് കടന്നു വന്നതാ. നബി തങ്ങൾ കഴിച്ചെഴുന്നേൽക്കുന്നതിന് മുമ്പ് പാത്രം അങ്ങ് എടുത്തു മാറ്റുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് അത്ഭുതത്തോടെ നോക്കുമ്പോ ഫതബസ്സമ റസൂലുള്ളാഹി, നബി തങ്ങൾ ചിരിക്കുകയാ, നബി തങ്ങൾ പുഞ്ചിരിക്കുകയാ. എന്നിട്ട് അല്ലാഹുവേ, അലിയാർ തങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു എന്നാ, പടച്ചവനെ, അലിയാർ തങ്ങൾക്കും കുടുംബത്തിനും ബറക്കത്ത് ചെയ്യണേ അല്ലാ, ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാ. മുത്ത് നബി തങ്ങൾ ദുആ ചെയ്തു എന്നാ. പ്രിയമുള്ളവരെ, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, ഇത് മുത്ത് ഹബീബിൽ നിന്ന് വന്ന കാര്യമാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇന്ന് മുതൽ തീരുമാനമെടുക്കുക, ഈ പാത്രം ഒന്ന് എടുത്തു മാറ്റുവോ? ജീവിതത്തിൽ ബറക്കത്ത് അല്ലാഹു തരുമെന്നാ. വബിൽ ഖബരി മൂനിസ, അല്ലാഹു ഖബറിലേക്ക് നിങ്ങളെ യാത്രയാക്കുമ്പോ നിങ്ങൾ ഉടുക്കുന്ന മയ്യത്ത് തുണിയിൽ പോലും അല്ലാഹു ബറക്കത്ത് തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു എന്നാണ്. തീരുമാനമെടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ ഇന്ന് മുതൽ ആ ശീലം ഉണ്ടാക്കണം. കാര്യം നിസ്സാരമാണ്, പക്ഷെ അതിന്റെ ഗൗരവം നമ്മൾ വിലപ്പെട്ടതായി കാണണം. കഴിച്ചു കഴിഞ്ഞു ഉറപ്പായ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ പാത്രം ഒന്ന് എടുത്തു മാറ്റി, എന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കിൻ, അതിൽ ബറക്കത്തുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്. എന്റെ പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്, സമയം വളരെ കുറവാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു തആല അൻഹു വീട്ടിലെ ബറക്കത്തുണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി അല്ലാഹുവേ പറയുകയാ. നല്ല ഭവനമെന്ന മനോഹരമായ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോ ആ വിഷയത്തിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങുകയാ. പ്രിയമുള്ളവരെ, അല്ലാഹുവേ, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ,
ജനങ്ങളെ, നിങ്ങളുടെ വീട്ടില് ബറക്കത്ത് വേണോ? ജീവിതത്തിൽ ബറക്കത്ത് വേണോ? നിങ്ങളുടെ മയ്യത്ത് തുണിയിൽ നിങ്ങൾക്ക് ബറക്കത്ത് വേണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, നമ്മൾ നിസ്സാരമായി കാണുന്നൊരു കാര്യമാ. നമ്മൾ ഭൂമിയിലേക്ക് നമ്മൾ തുപ്പൂലേ? നമ്മൾ തുപ്പുമ്പോ നമ്മുടെ ഉയരത്തിനത്രയും അളവനുസരിച്ച് നമ്മൾ തുപ്പാന് പാടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, എന്റെ ഉയരമുണ്ടല്ലോ, ഈ ഉയരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തുപ്പാൻ പാടില്ല. നമ്മൾ ഭൂമിയിൽ അഹങ്കാരം കാണിക്കാൻ പാടില്ല. നിബിധങ്ങൾ പറഞ്ഞ അങ്ങനെയാണ്, വിനയമുള്ളവരാകണം. മൻ തവാലഅ ലില്ലാഹി റഫഅഹുല്ലാഹ് മൻ തകബ്ബറ വദഅഹുല്ലാഹ്. നിബിധങ്ങൾ ഹദീസാണ്. പ്രിയമുള്ളവരെ, നിബിധങ്ങൾ പറഞ്ഞ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാം, നമ്മൾ തുപ്പുമ്പോ തല ഒരൽപ്പം കുനിഞ്ഞ് നമ്മൾ തുപ്പണം. നിന്ന നിൽപ്പിൽ കാറി വലിച്ച് നമ്മൾ തുപ്പും ഭൂമിയിലേക്ക്. ആ മണ്ണിലേക്കാണ് നമ്മളെ കൊണ്ടുവന്ന് കിടത്തുന്നത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. മിൻഹാ ഖലഖനാകും, എടാ മണ്ണിലാണ് നിന്നെ പടച്ചിട്ടുള്ളത്. വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് നിന്നെ പറഞ്ഞു വിടുകയാണ്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ, ആ മണ്ണിൽ നിന്ന് നിന്നെ തിരിച്ചല്ലാഹു സൃഷ്ടിക്കുകയാണ്, പുനർജീവിപ്പിക്കുകയാ. ആ മണ്ണിനോട് അഹങ്കാരം കാണിക്കല്ലേ, ആ ഭൂമിയിനോട് നീ വെറുപ്പ് കാണിക്കല്ലേ, അഹങ്കാരത്തോടെ നടക്കല്ലേ, ആർഭാടത്തോടെ നടക്കല്ലേ. അഹങ്കാരത്തോടെ ആർഭാടത്തോടെ നടന്നവരും എവിടെയാണ് എന്റെ പ്രിയമുള്ളവരെ? മൻ തകബ്ബറ വലഅഹുല്ലാഹ്, അഹങ്കാരം കാണിച്ചവരെ അല്ലാഹു തച്ചു തകർത്ത് തരിപ്പണമാക്കിയില്ലേ? ഹാറൂനെവിടെ? കാറൂന്റെ ചരിത്രം എവിടെയാ? ഫിർഔന്റെ ചരിത്രം എവിടെയാ? എന്റെ പ്രിയമുള്ളവരെ, സമ്പത്തിന്റെ അതിപ്രസരത്തില് അഹങ്കാരത്തില് മണിമാളികകളുടെ സൗധങ്ങളെ കെട്ടിപ്പടിക്കവരെവിടെ? അവരും നാറടി മണ്ണില. അവിടെ കോൺക്രീറ്റ് സൗധങ്ങളില്ല, എസികളില്ല, ഫാനുകളില്ല, പച്ച മണ്ണിലാണ് കൊണ്ടുവന്ന് കിടത്തുന്നത്. അതുകൊണ്ട് നിന്റെ ഭൂമിയിലേക്ക് നീ തുപ്പുമ്പോ ഇടതുഭാഗത്തേക്ക് തുപ്പുക, തലയൊന്ന് അല്പം കുനിച്ചിട്ട് നീ തുപ്പണമെന്ന് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണോ? കച്ചവടത്തിൽ ബറക്കത്ത് വേണോ? മയ്യത്ത് തുണിയിൽ പോലും ബറക്കത്ത് കിട്ടുമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, നല്ല ഭവനമെന്ന മനോഹരമായ വിഷയം നമ്മൾ ഇവിടെ പ്രഭാഷണത്തിൽ നിങ്ങൾ കേൾക്കുമ്പോ നമ്മുടെ ഭവനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാ, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുവോ, എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നമ്മൾ പഠിക്കണം, നമ്മൾ പകർത്തണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ബറക്കത്ത് വേണോ? ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കും. വീട് നിസ്സാരമല്ല, അത് നമ്മുടെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഭവനമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല, വീണ്ടും മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു തന്റെ മുന്നിലേക്ക് നമ്മളോട് പറയാണ്, നിങ്ങൾ വീട്ടിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പ്രിയമുള്ള സഹോദരങ്ങളെ,